ഹായ് ഓൾ, ഒരിക്കൽ കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പഠിക്കണം, പണം ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ ചെലവാക്കാനും എന്നുള്ള സബ്ജക്റ്റാണ്. കാര്യം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് സുഖമായിട്ട് ജീവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് വളരെ ബുദ്ധിയും കാര്യങ്ങളൊന്നും വേണ്ട, അത് നോർമലായിട്ട് തന്നെ നടന്നു പോകുന്നുള്ളതാണ്. എന്നാൽ നമുക്ക് നമ്മുടെ ജീവിത ചെലവിൽ ഉണ്ടാവുന്ന വർധനവ് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഉണ്ടാവുന്ന പ്രതിസന്ധികൾ ഇതിനെയൊക്കെ നേരിടണമെങ്കിൽ അവിടെ നമുക്ക് മണി മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം പണ്ട് നമ്മുടെ മുൻ തലമുറകളിലൊക്കെ ആണെങ്കിൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വെച്ച് പോകുന്നു. ഇന്നത്തെ ഫാമിലീസ് അല്ലെങ്കിൽ ഇന്നത്തെ പാരന്റ്സ് അങ്ങനെയല്ല. കുട്ടികൾക്കായാലും അവർക്ക് ആവശ്യപ്പെടുന്ന ആ സാധനങ്ങൾ ആവശ്യവും അത്യാവശ്യവും അതോടൊപ്പം തന്നെ അനാവശ്യവും തിരിച്ചറിയാതെ എന്തിനും ഏതിനും EMI എടുക്കുന്ന ആ ഒരു സിസ്റ്റത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് എവിടെ ഏത് പ്രതിസന്ധിയിലേക്ക് ഇത് കൊണ്ട് എത്തിക്കും എന്നുള്ളത് ആർക്കും അവർക്ക് തന്നെ അറിയാൻ പാടാത്ത ഒരു സിറ്റുവേഷൻ ആണ്. ഇവിടെ നമുക്ക് വേണ്ടത് മണി മാനേജ്മെന്റ് ആണ്. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന പണം ഏത് രീതിയിൽ നമുക്ക് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ എക്സ്പെൻസുകൾ എഴുതി വെക്കുന്ന ഒരു ശീലം കൊണ്ടുവരിക. അത് മാസം അവസാനമാകുമ്പോൾ നമ്മുടെ വരവ് എത്ര അല്ലെങ്കിൽ ചിലവ് എത്ര, നമുക്ക് എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റി എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇന്ന് നമ്മളെല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്നതാണ്. മൊബൈലില് ഒത്തിരി ആപ്പുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. നമുക്കിത് നമ്മുടെ ഡെയിലി എക്സ്പെൻസും അല്ലെങ്കിൽ ഇൻകം ഒക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയുള്ളത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുക. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മണി മാനേജ്മെന്റ് എന്നുള്ള ഒരു ആപ്പാണ്. അപ്പൊ അത് വളരെ യൂസ്ഫുൾ ആണ്. എനിക്ക് എന്റെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ എല്ലാം മോണിറ്റർ ചെയ്യാൻ സഹായിക്കുന്നതാണ്. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ദിവസം എന്റെ ഒരു കസ്റ്റമർ പുള്ളിക്ക് ഞാൻ ക്രെഡിറ്റ് കാർഡുകൾ ഒത്തിരി ഉണ്ട്. അപ്പൊ എന്നോട് ഇങ്ങനെ ക്രെഡിറ്റ് കാർഡുകളുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. 4 ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഞാൻ ഒരു ക്രെഡിറ്റ് കാർഡ് മറ്റു ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഇങ്ങനെ അടച്ചടച്ച് പോകുന്നതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോ ഞാൻ പറഞ്ഞു, ഓക്കെ, ഇത് എവിടെ ജോലി വരുമാനം കുറവാണ്, അതിങ്ങനെ കാറിന്റെ എക്സ്പെൻസ് അങ്ങനെയുള്ള എക്സ്പെൻസ് എല്ലാം പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മളൊരു 5000 SIP ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു ആ ശൈലിയിൽ തന്നെ പോയിക്കോട്ടെ, ഒരു SIP ബിൽഡ് ചെയ്ത് പോവുക. എപ്പോഴെങ്കിലും ഒരു പ്രതിസന്ധി വരുവാണെങ്കിൽ അത് ഒരു ചെറിയൊരു ഒരു ആശ്വാസമാവുമല്ലോ എന്ന രീതിയിൽ പുള്ളി നല്ല കാര്യത്തോട് സ്വീകരിച്ചു. അത് ചെയ്തു പോകുന്നുണ്ട്. വളരെ നല്ലത്. വേറൊരു ഫ്രണ്ട് ചെയ്തത് നമുക്കറിയാം, പേഴ്സണൽ ലോണ് അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് കാർഡ് ലോണ്, ഇതിനൊക്കെ നമ്മൾ സെക്യൂരിറ്റീസ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് വളരെ സീരിയസ്നെസ് ആയിട്ട് കാണാതെ അതങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോ ബാങ്ക് എങ്ങനെ ഏത് രീതിയിലൊക്കെ അക്വയർ ചെയ്യുന്നുള്ള ആ ഒരു കൺസെപ്റ്റോടൊക്കെ പോയി. ഒന്ന് യെസ് ബാങ്കിൽ നിന്നായിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞ ദിവസം കുറെ വിളികൾ വന്നു, ഇതെല്ലാം വന്നു, ആള് വൈഫ് ഹൗസിലായി. അപ്പൊ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അങ്ങനെ ആ ഒരു ഇതിലൊക്കെ പോയി. പക്ഷെ ഇപ്പോ നോട്ടീസ് വന്നിരിക്കുന്നതായിരുന്നു. ഇവിടെ വ്യക്തികൾക്ക് വരുമാനം ഇല്ലാന്നിട്ടല്ല, മണി മാനേജ്മെന്റ് ഇല്ല എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ വരുമാനവും അതോടൊപ്പം തന്നെ എക്സ്പെൻസുകളും നമ്മൾ ഒരു ബഡ്ജറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു 10-20% മിനിമം നമ്മൾ സേവ് ചെയ്ത് അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോവുക. അത് നല്ല മ്യൂച്വൽ ഫണ്ടുകളിലോ അല്ലെങ്കിൽ നല്ല ഫ്യൂച്ചറിൽ റിട്ടേൺ തരുന്ന രീതിയിൽ റിട്ടയർമെന്റിനോ അല്ലെങ്കിൽ ചൈൽഡ് എഡ്യൂക്കേഷനൊക്കെ ലോൺ എടുക്കാതെ ആ ഒരു ചെറിയ ആ ഒരു രീതിയിൽ പോകുന്നതിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തുക. അപ്പൊ ഈ മണി മാനേജ്മെന്റിനുള്ള കൺസെപ്റ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ കൊടുക്കുക. നമ്മുടെ ഹാർഡായിട്ട് ഏൺ ചെയ്ത പൈസയൊക്കെ ചിലവാക്കുമ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, മോണിറ്റർ ചെയ്ത് മുന്നോട്ട് വരിക. അതൊരു 3 to 5 years കഴിയുമ്പോൾ ഒരു ഹാബിറ്റ് ആവും. ആ ഹാബിറ്റ് നമ്മൾക്ക് നമ്മുടെ മക്കൾക്കാണെങ്കിലും അത് പറഞ്ഞു കൊടുക്കുവാനും അതും അത് ഒരു തന്നെ ഫോളോ ചെയ്ത് അവർക്കും നല്ലൊരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ആ ഒരു മണി മാനേജ് സിസ്റ്റം അവർക്കും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.